നഗരത്തിലെ തിരക്കേറിയ ആശുപത്രിയിലെ എല്ലാവരുടെയും പ്രിയങ്കരിയായിരുന്നു നേഴ്സ് മീര. ഒരു മഴയുള്ള രാത്രിയിലാണ് സൗമ്യ എന്ന പെൺകുട്ടി നിറവയറുമായി അവിടേക്ക് വരുന്നത്. രാത്രിയുടെ യാമത്തിൽ 7 മാസം മാത്രം വളർച്ചയുള്ള ഒരു ആൺകുഞ്ഞിന് അവൾ ജന്മം നൽകി. എന്നാൽ സിജിയെ ഡോക്ടർ വിളിച്ചു. കുഞ്ഞിന്റെ കാര്യത്തിൽ സാധ്യതകൾ വളരെ കുറവാണ് മീര. കുഞ്ഞിന്റെ ശ്വാസഗതി നിലക്കാൻ സാധ്യതയുണ്ട്. അമ്മയെ ഒന്ന് മാനസികമായി തയ്യാറാക്കൂ. സൗമ്യയുടെ കണ്ണുകളിലെ ശൂന്യത മീരയെ വല്ലാതെ വേദനിപ്പിച്ചു. അവൾ സൗമ്യയുടെ അരികിൽ ചെന്നു. മറ്റാരും കേൾക്കാത്ത സ്വരത്തിൽ പറഞ്ഞു, സൗമ്യേ, ഈ കുഞ്ഞ് നിന്റെ വയറ്റിൽ വളർന്നതിനേക്കാൾ കൂടുതൽ നിന്റെ പ്രാർത്ഥനയിൽ വളരേണ്ട സമയമാണിത്. ലോകം കൈവിട്ടാലും അമ്മയായ നീ കൈവിടരുത്. അടുത്ത ഏതാനും ദിവസങ്ങൾ മീർക്ക് ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു. ഓരോ മണിക്കൂറിലും അവൾ ആ കുഞ്ഞിന്റെ അരികിലെത്തും. ഗ്ലാസ് കൂട്ടിനുള്ളിൽ കിടക്കുന്ന ആ കുഞ്ഞു ജീവനോട് പതിയെ സംസാരിക്കും. അവൾ അവനെ അപ്പു എന്ന് വിളിച്ചു. ഒരു രാത്രിയിൽ കുഞ്ഞിന്റെ ശ്വാസം നിലയ്ക്കുന്ന അവസ്ഥ വന്നു. മെഷീനുകൾ ഒച്ചവെക്കാൻ തുടങ്ങി. ഡോക്ടർമാർ ഓടിയെത്തി. എല്ലാവരും പ്രതീക്ഷ ഉപേക്ഷിച്ചു. പക്ഷേ മീര മാറിയില്ല. അവൾ ആ കുഞ്ഞിന്റെ നെഞ്ചിൽ തന്റെ വിരലുകൾ കൊണ്ട് പതിയെ തലോടി. ദൈവത്തോട് എന്ന പോലെ അവനോട് മന്ത്രിച്ചു, തിരിച്ചു വാ മകനെ. നിന്റെ അമ്മ അവിടെ കാത്തിരിക്കുകയാണ്. മിനിറ്റുകൾക്ക് ശേഷം ഒരു അത്ഭുതം പോലെ ആ കുഞ്ഞ് വീണ്ടും ശ്വാസമെടുത്തു. ഡോക്ടർമാരുടെ മുഖത്ത് അവിശ്വസനീയത പടർന്നു. 1 മാസത്തിന് ശേഷം കുഞ്ഞും അമ്മയും വീട്ടിലേക്ക് പോകാൻ തയ്യാറായി. പോകുന്നതിന് മുൻപ് സൗമ്യ മീരയുടെ കൈകളിൽ ഒരു ചെറിയ പൊതി നൽകി. അതൊരു പട്ടുപാവാടയായിരുന്നു മീരയുടെ മകൾക്ക് വേണ്ടി. സൗമ്യ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു, എല്ലാവരും പറഞ്ഞത് എന്റെ കുഞ്ഞ് മരിച്ചു പോകുമെന്നാണ്. പക്ഷേ മീര ചേച്ചി മാത്രം പറഞ്ഞു അവൻ ജീവിക്കുമെന്ന്. ഈ ജീവൻ ചേച്ചി തന്നതാണ്. മീര ആ കുഞ്ഞിനെ അവസാനമായി ഒന്നുകൂടി കൈകളിൽ എടുത്തു. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവൾ പറഞ്ഞു, ഞാൻ മരുന്ന് മാത്രമേ നൽകിയുള്ളൂ സൗമ്യേ, പക്ഷെ അവന് ജീവിക്കാനുള്ള കരുത്ത് നൽകിയത് നിന്റെ സ്നേഹവും അവന്റെ പോരാട്ടവീര്യവുമാണ്. ഈ യൂണിഫോമിന് പിന്നിൽ ഞങ്ങളും വെറും മനുഷ്യരാണ്. നിങ്ങളുടെ വേദന ഞങ്ങളുടേതു കൂടിയാണ്. ആശുപത്രി പടികൾ ഇറങ്ങുന്ന സൗമ്യയെ നോക്കി നിൽക്കുമ്പോൾ മീരയുടെ മനസ്സിൽ ഒരു വലിയ സംതൃപ്തി ഉണ്ടായിരുന്നു. മറ്റൊരാളുടെ കണ്ണുനീർ തുടക്കാൻ കഴിയുന്നതിനേക്കാൾ വലിയ പുണ്യം മറ്റെന്തുണ്ട്? കൂടുതൽ കഥകൾ കേൾക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കും കമന്റ് ബോക്സിൽ അനുഭവങ്ങൾ പങ്കുവെക്കാം. ശുഭദിനം.